രാവിലെ ഉള്ള പോലെ തന്നെ ചെറുതായിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇതുകൊണ്ടോ എൻ്റെ കയ്യിൽ ഇതെന്താ വലിയ കുരു പൊന്തി കിടക്കുന്നത്? നോക്ക്, കുരു എന്തൊക്കെയോ ആയ പോലെ വലിയ കുരു, എന്താ പത പോലത്തെ ഒരു കുരുതുണ്ടോ ഈ മസിലിൻ്റെ ഈ ഭാഗത്ത്. കാണുന്നുണ്ടോ? ഈ ക്യാമറ ഒന്ന് പിടിച്ച് കാണിച്ചു കൊടുക്കട്ടെ. കണ്ടോ ഈ ഭാഗത്തുണ്ട്, ഈ ഭാഗത്ത് കണ്ടോ? ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവിടെയൊക്കെ എന്തൊക്കെയോ കുരുവൊക്കെ ഇങ്ങനെ വെയിലധികം കൂടി കൊണ്ട് ഫുള്ള് വേർത്തെടുക്കുക. ഇങ്ങനെ വെറുതെ ഞാൻ എവിടെയെങ്കിലൊക്കെ വെറുതെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ കുരു വന്നു. പിന്നെ അവിടെ എനിക്കിങ്ങനെ ചൊറിയാൻ തുടങ്ങും. വെയിലധികം കൂടി കൊണ്ട് ഇങ്ങനെ വേർപ്പ് അധികം ആവുന്നത് കൊണ്ടാണ് തോന്നുന്നത്, എന്താണെന്നറിയില്ല. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ചോറ് കഴിക്കാൻ കറി മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇപ്പോൾ മുട്ട ഓംലേറ്റ് അടിക്കാം. ഓംലേറ്റ് അടിക്കാൻ ഒരു ചെറിയ മടി പോലെ ഉണ്ട്. മുട്ട അധികം ഓംലേറ്റ് അടിച്ച് കഴിക്കാത്തതാണ്. മീൻ കറീൻ്റെ ഒപ്പം മുട്ട ഓംലേറ്റ് അടിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവുമോ എന്തോന്നും അറിയില്ല. എന്തായാലും നമുക്ക് മുട്ട ഓംലേറ്റ് അടിച്ചിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. നമുക്ക് എൻ്റെ മസിലിൽ ഇത് ഒരുമാതിരി ആവുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടോ കുരുവൊക്കെ പൊന്തിയിട്ട് എനിക്കെന്തൊക്കെയോ ചോറിനോണ്ട് നിൽക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ ഇതോ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്. ഇതൊക്കെ കൈ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഉപ്പ് എങ്ങോട്ട് ഇടുക? നമ്മളെ കൈയിൻ്റെ ഈ ഭാഗമല്ലേ, ഈ കാട്ടിൻ്റെ ഭാഗമല്ലേ, ഇങ്ങോട്ട് ഉപ്പ് ഇടുകയാണെങ്കിൽ മൊത്തം ഉപ്പ് പരന്ന് അങ്ങോട്ട് നമ്മൾ ഇടുന്ന സ്ഥലത്തേക്ക് വീഴും. ഞാൻ കാണിച്ചിടാം. അതുകൊണ്ടിങ്ങനെ ഉപ്പ് ഇനിയും കുറച്ചും കൂടി വേണം. താടിൻ്റെ ഈ ഭാഗം നെറ്റി ഒല്ലങ്ങോട്ട് ചൊറിയുണ്ട്. ഇവിടെയൊക്കെ നല്ല വേർക്കുണ്ട്. ആവശ്യമില്ലാത്ത ഇങ്ങനെ വേർത്തോണ്ട് അമ്മാതിരി ചൂടാണ് വരുന്നത്. ഇന്നലെ ഇന്നലെ ചൂട് ഏറ്റിട്ട് സൂര്യതാപം ഏറ്റിട്ട് ഒരാൾ ഇന്നലെ ഇന്നലായിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു. അമ്മേ, എന്തായാലും അങ്ങനെ ഞാൻ വെയിലത്തുനിന്ന് ഇറങ്ങണില്ല. ഇപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ നിന്നിട്ട് നല്ല വേർക്കുണ്ട്. കുരുവൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടോ ഇങ്ങനെ ചൊറിഞ്ഞിങ്ങനെ വെറുതെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ കുരു ഒന്നിക്കൊണ്ട് തന്നെ വെക്കും. പിന്നെ അവിടെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് നിൽക്കണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ കണ്ട് ഇവിടെ ഉണ്ടായ കുരുവിൻ്റെ സാധനങ്ങളൊക്കെ ഒന്നുകൊണ്ട് അമർന്ന് വെച്ചാൽ എല്ലാം പരന്നിക്കണം. ഇവിടെ ഫുള്ളും ഇങ്ങനെ തടിച്ചടക്കുന്നുണ്ട്. ഈ ഭാഗം ഫുള്ളും തടിച്ച് കിടക്കുന്നുണ്ട്. കുളിച്ചിട്ട് വന്നിട്ട് നോക്കി നോക്കാം. ഇനിയിപ്പോൾ ചൊറിച്ചിൽ മാറിയില്ലെങ്കിൽ നമുക്ക് മഞ്ഞൾ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എവിടെയൊക്കെ തേക്കേണ്ട ഒരു മഞ്ഞൾ വെക്കും. ചൊറിച്ചിൽ പിടിച്ചോ? അവിടെ കയ്യോട്ടെ. ഇത് വേർപ്പിൻ്റെ ആണോ അത് ഇന്നലെ വാർപ്പിൻ്റെ കിടന്നിട്ടാ? ചൊറിയുണ്ട്. അത് ആ പൊട്ടിച്ചു നോക്ക്. കാലിലോട്ടെ. ആഹാ, നല്ലത്. അത് ഡാം കുളിച്ചതിൻ്റെ ഡാം കുളിച്ച് അങ്ങനത്തെ ഉണ്ടായത് എൻ്റെ കാലിൽ. ഇതുവരെയായിട്ട് അതിൻ്റെ അടയാളം പോകില്ല കേട്ടോ. വെറുതെ ഡാമിൽ നിന്ന് ചാടാൻ നിൽക്കണ്ട. ചൂടെടുത്തിട്ട് വേണമെങ്കിൽ വീട്ടിൽ കുളിച്ചോ. വീട്ടിലാണെങ്കിൽ നല്ല തണുത്തുള്ള അതിലൊക്കെ കുളിച്ചാൽ മതി. ഡാമൊക്കൊന്നും ഞാൻ ഇല്ലാട്ടെ. എന്നെ ഡാമൊക്കൊന്നും ഇനി വിളിക്കല്ലേ. 8 മണിയാകുമ്പോഴോ? അതിൽ നിൻ്റെ അതോ അപ്ലോഡൊക്കെ വെച്ചേ? അന്ന് ഡാം കുളിച്ചിരുന്നു. എൻ്റെ മേത്ത് 2-3 കുരു വന്നിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ മേത്ത് കുരു വന്നത് അവൻ മാന്തി പൊളിച്ചിട്ട് അതൊരു ചുവപ്പ് കളറിലായി കിടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അടയാളം പോകണമെങ്കിൽ കുറേ ദിവസം പിടിക്കും. ഇതിപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ അടയാളം ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ വാർപ്പിന് മേലെ കിടക്കാൻ പോകാം കേട്ടോ. ഇന്നലെ വാർപ്പിന് മേലെ തന്നെ കിടന്നേ. ഇന്ന് വാർപ്പിന് മേലെ കിടക്കണമെന്ന് തോന്നുകയാണ്. റൂമിൽ കിടക്കാൻ തോന്നുന്നില്ല. റൂമിലൊക്കെ ചൂടായതുകൊണ്ട് വാർപ്പിന് മേലേക്ക് ഞാനിതാ തലകാണി എടുത്തിട്ട് ഇങ്ങനെ പോകും. ഉണ്ണി നേരത്തെ പായ എടുത്തിട്ട് മേലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ വിരിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ തലകാണി പുതപ്പ് എടുത്തിട്ടുണ്ട്. ഇന്നലെ ചെറിയ കട്ടിയില്ലാത്ത പുതപ്പ് എടുത്ത് രാവിലെ ഇപ്പോൾ നല്ല തണുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് കട്ടിയുള്ള പുതപ്പ് എടുത്തിട്ടുണ്ട്. ഒരു തലകാണി എടുത്തിട്ടുണ്ട്. ഉണ്ണി അവിടെ പായ കൊണ്ട് വെച്ചിരിക്കണം. ഇവിടെ മേലോട്ട് എറിഞ്ഞിട്ട് കൊടുക്കാം. അതാണെങ്കിൽ എനിക്ക് കയറേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഉണ്ണി ഇന്നാ പായ ഇടിച്ചില്ലേ? എന്നാ ആദ്യം ഒരു തലകാണ അങ്ങോട്ടിട്. എന്നാ കുറച്ച് ഇറങ്ങാൻ പറ്റുമോ നോക്കി. ഇവിടെ പുതപ്പുണ്ടേ, ആ നിലത്തേക്കാൻ പറ്റൂല. എടാ പുതപ്പുണ്ട്, ഞാൻ പുതപ്പിൽ ചാരിയിരിക്കുക. വലിയ പുതപ്പാ. ഇന്ന് രാവിലെ തണുത്ത ഓർമ്മ ഉണ്ടോ? നിന്റെ മൂട്ടിൽ ഓട്ടം ഉണ്ടോ? എന്നാ കൈ വേണിക്കുന്നറാ. ഓക്കെ, ഒരു കയ്യിൽ ട്രൈപ്പോഡും
ഒരു കയ്യിൽ പുതപ്പും ഏണിയിൽ പിടിക്കാതെയാണ് കയറണ്. കാല് ഇറക്കുന്നുണ്ട്. നീ തെലങ്കാന അവിടെ ഇട്ടോ? മോളുബായി തരാ ചാടി കയറി പോയിക്കണ്. ഇതിനധികം വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. ഇത് ഒന്നും തിന്നാറൊന്നും ഇല്ല. ഇത് എന്നാ ഒരു പുതപ്പുണ്ട്, ഒരു വിരിയുണ്ട്. രണ്ടും വിരിച്ചെന്നാ. ഇതില്ലേ ഈ കറുപ്പ് അത് ഈ സൈഡിൽ പിടിച്ചോ, പൈപ്പുള്ള അവിടെ. ഞാൻ നല്ല കിടന്നവിടെ. മറ്റേത് അതിൻ്റെ അപ്പുറം പിടിച്ചോ. ഇവിടെ എറിഞ്ഞാൽ കിട്ടൂലേ? കിട്ടിയില്ലേ? ഇനി അടുത്തെറിയട്ടെ. എറിയണേ. കിട്ടിയില്ലേ? ഞാൻ ഇപ്പോൾ കയറി തരാം കേട്ടോ. എത്ര മണിക്ക് വരുന്നേ? എത്ര മണിക്കാ? 10 മണിയാ? വരുമ്പോൾ തലകാണ എടുത്തോ, ആ പുതപ്പ് എടുത്തോ. 2 വഴി ഇടിച്ചിടുന്നു. ആ പുതപ്പ് എടുത്തോ, തലകാണ എടുത്തോ. രാവിലെ നല്ല നടക്കും. ഓക്കെ, 10 മണിക്കല്ലേ? ഞാൻ പോവാണേ. വരുമ്പോൾ കുടിക്കാൻ വെള്ളം എടുത്തോ. 10 മണി വരെ മാളിൽ ഇത്ര നേരം മൊബൈൽ കളിച്ചോണ്ടിരുന്നേ. അത് അപ്പച്ചടി ഉണ്ട് പറയാം. ഞാൻ അവിടെ നിന്ന് വിരിച്ചിട്ട് തരാം. ഇതിക്കൂടെയൊക്കെ എനിക്ക് നടന്നു പോകാൻ ഭയങ്കര പേടിയാട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതേപോലത്തെ വടിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും വടിയെ വിചാരിച്ച് ഇത് ചവിട്ടിയിട്ട് പോകും. ചിലപ്പോൾ പാമ്പാണെങ്കിൽ കഴിഞ്ഞു. കുറേ ആൾക്കാർ പാമ്പിൻ്റെ കടിയായിട്ടിട്ട് മരിച്ചിട്ടുണ്ട്. ഞാൻ ന്യൂസിൽ കണ്ടതാണ്. ഒന്നാമത് ഭയങ്കര ചൂടാണ്. അപ്പോൾ പൊത്തിനുള്ളത് പാമ്പൊക്കെ പുറത്തിറങ്ങും. തണുപ്പിന് വേണ്ടി തണുപ്പുള്ള സ്ഥലം നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴായിരിക്കും നമ്മൾ ചവിട്ടുക, അപ്പോഴായിരിക്കും നമ്മളെ കൊത്തുക, അപ്പോഴായിരിക്കും നമ്മൾ വടിയാവുന്നത്. ഏണി കയറുമ്പോൾ എനിക്ക് പേടി എന്താ അറിയോ? ഏണി കയറുമ്പോൾ ഈ തറ്റത്തെത്തുമ്പോൾ ഒരു ചെറിയ പേടിയാണ്. പിന്നെ ഇറങ്ങുമ്പോൾ അല്ലേ ഈ മേലുള്ള ഭാഗത്തു നിന്ന് തായ്ക്ക് ഇറങ്ങുമ്പോൾ ചെറിയ പേടി. മേടിച്ചോ? ഉണ്ണി സൈറ്റ് അടിച്ചല്ലോ. ഇതാ റെഡി അല്ലേ? എടാ ചന്ദ്രൻ്റെ അടുത്തല്ലോ വേറൊരു സ്റ്റാർ ഉണ്ടായത്. അത് അങ്ങ് താഴെ എത്തിയടാ. അതാ കാണുന്നത്. അച്ഛക്ക് മേലെ കടന്നുറങ്ങണ്ടോ, അല്ലെങ്കിൽ പാട്ട് വെച്ചിരിക്കണ്ടാവില്ലേ മേലെ വീട്ടിൽ. ഇന്നലെയാണ് ഞാൻ വാർപ്പിന് മേലെ ആദ്യമായിട്ട് കടന്നത്. ആ വ്ളോഗ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ. ഇപ്പോൾ രാവിലെ ഉള്ള പോലെ തന്നെ ചെറുതായിട്ട് ചൊറിഞ്ഞ് വരുന്നുണ്ട്. ചെറുതായിട്ട് ചൊറിഞ്ഞാലും അത് കുറച്ച് കഴിഞ്ഞാൽ വലിയ കുരു പോലെയാവും. കുരു വെച്ചാൽ ഒരു പതപത പോലെ കുരു പോലെയാവും. ഒരുമാതിരിയാണ്. ഞാൻ ജാക്കറ്റ് ഇട്ട് എന്താ വെച്ചാൽ രാവിലെ നല്ല തണുക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഇട്ട്. ഇതുണ്ടോ ഇവിടെ വന്ന് അതേപോലെ ഇതൊക്കെ ഇവിടെ കുരു പോലെ വന്ന് ചൂടിൻ്റെ എന്തോ സ്കിന്നിന് എന്തോ കാര്യമായിട്ട് പറ്റിയിരിക്കണെന്ന് തോന്നുന്നു. ഇങ്ങനെ തൊട്ടാൽ അവിടെ ഇങ്ങനെ കുരു പൊന്തിക്കൊണ്ട് നിൽക്കുക. കാണണ്ടോ? ഉണ്ണി ഇതൊന്നും കാണിച്ചു കൊടുക്കടാ. അല്ല ഇത് ക്യാമറയിൽ ഈ കുരുവിൻ്റെ ഇതുണ്ടോ? കാണണ്ടോ? അത് ഇവിടെ ഇതുണ്ടോ? ഇവിടെ ഇങ്ങനെ പൊന്തിക്കൊണ്ട് നിൽക്കുക. ഇന്നലെ അതേപോലെ തന്നെ ഉണ്ടായത്. എപ്പോഴും അതേപോലെ തന്നെ. ഈ ചൂട് കൂടി എപ്പോഴാണോ അത് കഴിഞ്ഞ് എല്ലാം അങ്ങനെ തന്നെ എൻ്റെ സ്കിന്നുള്ളത്. ഒന്ന് വെറുതെ മാന്തിയാൽ അവിടെ ഇങ്ങനെ കുരു വന്നുകൊണ്ട് നിൽക്കും. പിന്നെ ചോറിനോട് നിൽക്കുമ്പോൾ ആ കുരു ആകെ പടർന്നു പോകും. അങ്ങനത്തെ ഒരു എന്തോ ഒരു കുരുവിൻ്റെ എന്തോ ഒരു രോഗമാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ കടന്നു തുടങ്ങിയിട്ട് രാവിലെ അടിപൊളിയായിട്ട് നമ്മൾ എണീറ്റ് പോകുന്നതായിരിക്കും ഗൈസ്. രാവിലെ എന്തായാലും നേരത്തെ എണീക്കേണ്ടി വരും. അവിടെ നിന്ന് വെയിലിട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നേരത്തെ എണീക്കാതെ ഇരിക്കാനും പറ്റില്ല. നേരത്തെ എണീക്കേണ്ട വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഇതേപോലെ കുരു എന്തെങ്കിലുമൊക്കെ നിങ്ങളെ മേത്തെ എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ ആവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. എനിക്കും അറിയാമല്ലോ. അപ്പോൾ എൻ്റെ അതേ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാമല്ലോ. അതാണ് ചൂട് കൂടിയാൽ ഇതാണ് പ്രശ്നം. ചൂട് കുറഞ്ഞാലും വേറെ പ്രശ്നമാണ്. ജലദോഷം ഉണ്ടാവും, ചുമ ഉണ്ടാവും, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ചൂട് കൂടിയത് കൊണ്ടാണ് ചൊറിയുമ്പോൾ കുരു പോലെ വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.